പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് സമയം കളയാതെ പത്രങ്ങളിലേക്കൊന്ന് പോകാം. പ്രധാനമായിട്ടും ഇന്ന് എല്ലാ പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് ഇന്നലത്തെ മധുരയിലെ പാർട്ടി കോൺഗ്രസ് തന്നെയായിരിക്കും. ക്യാപ്റ്റനായി ബേബി സഖാവ് വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. MA ബേബി എന്ന മരിയൻ അലക്സാണ്ടർ ബേബി എത്തുന്നു. അങ്ങനെയാണ് മുഴുവൻ പേര്. ആ പേര് എല്ലാവർക്കും മുഴുവൻ പേര് അറിയത്തില്ല. മരിയൻ അലക്സാണ്ടർ ബേബി എന്നുള്ളതാണ്. അപ്പോൾ ഒരു MA ബേബി പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ മലയാളിയായിട്ട് വരുന്ന മൂന്നാമത്തെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ കേരള ഘടകത്തിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ സെക്രട്ടറിയാണ്. VMS കഴിഞ്ഞാൽ പ്രകാശ് കാരാട്ട്, പിന്നെ MA ബേബി. അപ്പോൾ പക്ഷേ പ്രകാശ് കാരാട്ട് ഡൽഹി ഘടകത്തിൽ നോമിനിയായിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻ ബേബി എന്ന തലക്കെട്ടാണ് മലയാള മനോരമ ഈ CPM പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പിന് നൽകിയിരിക്കുന്നത്. CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് ഐകകണ്ഠേന ക്യാപ്റ്റൻ ബേബി. EMSനും പ്രകാശ് കാരാട്ടിനും ശേഷം ഈ പദവിയിലെത്തുന്ന മലയാളി. കേന്ദ്ര കമ്മിറ്റിയിൽ 30 പുതുമുഖങ്ങൾ, ആദ്യമായി വോട്ടെടുപ്പ് എന്നാണ്. മാതൃഭൂമിയിൽ എന്താ തലക്കെട്ട്? മാതൃഭൂമിയിൽ ഇനി ബേബിസം. പിണറായിസം എന്നൊക്കെ പറയുന്നത് പോലെ അല്ലേ, ബേബിസം എന്നുള്ളതാണ്. ബേബിസത്തിന് കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. വീണ ബേബി പ്രാക്കുളംകാരനാണ്, കൊല്ലം ജില്ല, ഞങ്ങളുടെ ജില്ലക്കാരനാണ്. കൊല്ലത്ത് പ്രാക്കുളത്ത് നിന്ന് പുള്ളി ജനിച്ചു വീഴുന്നത് ഒരു വിശ്വാസ കുടുംബത്തിലാണ്. അപ്പോൾ പുള്ളി പിന്നീട് ഒരു നിരീശ്വരവാദിയും യുക്തിവാദിയും ഒക്കെ ആയി മാറുന്നുണ്ട്. കയ്യിലെപ്പോഴും തോളിലെപ്പോഴും ഒരു തുണിസഞ്ചി കാണും. വളരെ സുസ്മേരവാദനായി സൗമ്യനായി സംസാരിക്കുന്നയാളാണ്. പാട്ട് ഇഷ്ടപ്പെടുന്ന, ടെന്നീസ് ഇഷ്ടപ്പെടുന്ന, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന, ലയണൽ മെസ്സി ഇഷ്ടപ്പെടുന്ന MA ബേബി. അങ്ങനെ ഒരു സഖാവിനെ കൊല്ലത്തുകാർക്ക് ഒരുപാട് അറിയാം. ഒരുപാട് പ്രിയങ്കരനാണ് കൊല്ലത്തുകാർക്ക്. ഒരുപാട് നല്ല മീൻ വിഭവങ്ങളൊക്കെ ഇഷ്ടമുള്ള MA ബേബി സഖാവ്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. വളരെ സൗഹൃദം. നമ്മളുടെ ഒരു വാർത്ത കണ്ടിട്ട് നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് രാവിലെ നമ്മൾ ഇതേപോലെ വാർത്താ പരിപാടി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അരുണെ ആ വാർത്തയുണ്ടല്ലോ, ആ നമ്പർ തരൂ, നമുക്ക് ചില പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്ന് ഇങ്ങോട്ട് പറയുന്ന തരത്തിലുള്ള സഹൃദയനുമാണ്. MA ബേബി അങ്ങനെ ചൂടായി കണ്ടിട്ടില്ല. ഇല്ല, വളരെ സൗമ്യമായിട്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുക. എന്നാലും മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുന്ന ഒരു നേതാവാണ്. പക്ഷേ സൈദ്ധാന്തിക തലത്തിൽ നിന്നുകൊണ്ടായിരിക്കും എപ്പോഴും MA ബേബി കാര്യങ്ങൾ വിശദീകരിക്കുക. കേട്ടിട്ടുണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിന് മാത്രമല്ല, ഈ ക്രിക്കറ്റ്, സാംസ്കാരിക രംഗങ്ങളിലും അദ്ദേഹം, ഫുട്ബോളിൽ പ്രത്യേകിച്ച് ഒരുപാട് താല്പര്യമുള്ള ഒരു മനുഷ്യനാണ്. ലോകകപ്പൊക്കെ എത്തിയാൽ അദ്ദേഹം മനോഹരമായി സംസാരിക്കും. ഇവിടെ ഫിഡൽ കാസ്ട്രോയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഉണ്ട്, ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കേന്ദ്ര കമ്മിറ്റിയിൽ 30 പുതുമുഖങ്ങളുണ്ട്. ബിജു കൃഷ്ണൻ PBയിൽ എത്തിയിട്ടുണ്ട്. 8 പുതുമുഖങ്ങളാണ്. ഡൽഹി സെന്ററിലുള്ള മലയാളിയായ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ബിജു കൃഷ്ണൻ PBയിൽ പുതുതായി എത്തി. ഇതോടെ മലയാളികളായ PB അംഗങ്ങളുടെ എണ്ണം 5ആയി. 18 അംഗങ്ങളുമായി ഏറ്റവും വലിയ PBയാണ് ഇത്തവണത്തേത്. പിണറായിക്കും ശ്രീമതിക്കും ഇളവ് എന്ന വാർത്ത കൂടിയുണ്ട്. 75 വയസ്സ് പ്രായപരിധി നിലവിൽ പിന്നിട്ട പിണറായി വിജയന് CPM ഏക മുഖ്യമന്ത്രി എന്ന നിലയിൽ കഴിഞ്ഞ കോൺഗ്രസിൽ നൽകിയ ഇളവ് തുടരാൻ അനുവാദം നൽകി. 75 വയസ്സ് പിന്നിട്ടെങ്കിലും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ദേശീയ അധ്യക്ഷ എന്നത് പരിഗണിച്ച് PK ശ്രീമതിക്ക് ഇളവുണ്ട്. കാശ്മീരിൽ നിന്നുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി എന്നിവരെ കൂടാതെ ഇളവ് ലഭിച്ച 3ാമത്തെ അംഗമാണ് ശ്രീമതി എന്നുകൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത്, നമ്മൾ ഇന്നലെ സംപ്രേഷണം ചെയ്ത വാർത്തയാണ്. വീട്ടിലെ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ച വാർത്ത നമ്മുടെ വാർത്തയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്ത. അസ്മ എന്ന യുവതിയാണ് മരിച്ചത്. മൃതദേഹം രഹസ്യമായി കബറടക്കാനുള്ള നീക്കം പോലീസ് തടഞ്ഞു. നവജാത ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മലപ്പുറത്താണ് സംഭവം. മലപ്പുറത്ത് ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച യുവതിയുടെ മൃതദേഹം പെരുമ്പാവൂരിലെ വീട്ടിലെത്തിച്ച് രഹസ്യമായി കബറടക്കാനുള്ള നീക്കം പോലീസ് തടഞ്ഞു. മൃതദേഹം ഏറ്റെടുത്ത പോലീസ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഇന്ന് പെരുമ്പാവൂർ സംസ്കരിക്കും. ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, അക്യുപങ്ചർ ചികിത്സയ്ക്ക് ബിരുദം നേടിയവരാണ് എന്നാണ് പറയുന്നത്. ഈ സിറാജുദ്ദീനും അസ്മയും ഇവരൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. ആ യൂട്യൂബ് ചാനലൊക്കെ പോയി കണ്ട് വെറുതെ വഴിതെറ്റാൻ നിൽക്കണ്ട കേട്ടോ. മടവൂർ കാഫില എന്നാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര്. അതിനകത്ത് മുഴുവൻ അസംബന്ധങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ഞാൻ ഇന്നലെ എടുത്തു നോക്കി, ഒരു സുഹൃത്ത് എടുത്തു തന്നു. അപ്പോൾ മാത്രമല്ല, ഈ കക്ഷി മറ്റൊരാളെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അയാളുടെ കുഞ്ഞും ഇതേപോലെ മരിച്ച വിവരം അതിനകത്ത് വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. നമ്മൾ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നു. ഒരു ദമ്പതികള് അവരിതുപോലെ വീട്ടിലെ പ്രസവമായിരുന്നു, അക്യുപങ്ചർ പ്രാക്ടീസ് ചെയ്തവരായിരുന്നു. അവർക്ക് കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് പ്രതിഷേധിച്ച ഒരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. ദേശാഭിമാനിയിൽ എങ്ങനെയാ നമ്മളുടെ CPM ദേശീയ സമ്മേളനം? ദേശാഭിമാനിയിൽ ആദ്യത്തെ പേജ് മുഴുവനും MA ബേബിക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുവാണ്. വിപ്ലവ തിരുവിഴ, അതാണ് ആദ്യത്തെ ഫുള്ളും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട ഇന്നലത്തെ ഇതിൽ നടന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും സൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. MA ബേബി നയിക്കും.
MABBയുടെ വലിയ ചിത്രമൊക്കെ കൊടുത്ത് അല്ലേ? ഒരു ഫ്രണ്ട് പേജ് മുഴുവൻ MABBയ്ക്ക് വേണ്ടി മാറ്റി വിപ്ലവം തിരുവിഴ എന്ന തലക്കെട്ടാണ് ദേശാഭിമാനിയുടേത്. മാധ്യമത്തിന്റെ തലക്കെട്ടൂടെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് മാധ്യമത്തിന്റെ തലക്കെട്ട്? മാധ്യമം CPM-നെ നയിക്കാൻ ചുവന്നു തുടുത്തൊരു ബേബി എന്നാണ്. ചുവന്നു തുടുത്തൊരു ബേബി എന്നാണ് അതെ മാധ്യമത്തിന്റെ തലക്കെട്ടായിട്ടുള്ളത്. പ്രകാശ് കാരട്ടടക്കം 6 പേർ PB-ക്ക് പുറത്ത് എന്നുള്ളതാണ്. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു വാർത്ത എന്താ ഉള്ളത് ഉൾപേജിൽ? എന്താ മഹാമധുര റാലി ദേശാഭിമാനിയിൽ. മാതൃഭൂമിയിൽ എന്താ മറ്റു വാർത്ത? മാതൃഭൂമിയിൽ മറ്റു വാർത്തകളൊന്നും നമ്മൾ പറഞ്ഞ പോലെ വീട്ടിലെ പ്രസവമാണ്. പിന്നെ പാലക്കാട് കാട്ടാനോട് ചവിട്ടേറ്റ് യുവാവ് മരിച്ചത്. പിന്നെ മറ്റൊരു പടം കൊടുത്തിട്ടുണ്ട്, പാമ്പൻ പാലം മോദി ഉദ്ഘാടനം ചെയ്യുന്നത്. എല്ലാ പത്രങ്ങളുടെയും ആദ്യ പേജിലുണ്ട് രാമേശ്വരത്ത് അല്ലെ. പുതിയ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്ത ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യം കൂടി പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് ഹിന്ദു പത്രത്തിലേക്ക് കൂടി ഒന്ന് പോകണം. ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ഹിന്ദു അവിടെ ഉണ്ട്. ഹിന്ദു പത്രം എടുത്താൽ പ്രധാന വാർത്ത ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആൻഡ് എഞ്ചിനീയറിംഗ് വണ്ടർ എന്ന് പ്രധാനമന്ത്രി പറയുന്നതാണ്. പാമ്പൻ പാലം പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അത് ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മനോഹരമായ, നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ ആയിരുന്നു അത്. അതിനുശേഷം ഇപ്പോൾ നിർമ്മിക്കുന്ന 531 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ പാമ്പൻ പാലം തുറന്നു കൊടുത്തിരിക്കുന്നു. മോദി ഇനാഗുറേറ്റ്സ് ഇന്ത്യസ് ഫസ്റ്റ് വെർട്ടിക്കൽ ലിഫ്റ്റ് സീ ബ്രിഡ്ജ് built over the Park Strait at cost of 531 crore. Flags off near train services. He says will have positive effect on lives of lakhs of people. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന വലിയൊരു പാമ്പൻ പാലം. അത് വെർട്ടിക്കൽ ലിഫ്റ്റ് ബ്രിഡ്ജാണ്. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഈ സിനിമയൊക്കെ വരുന്ന സമയത്ത് അല്ലേ, RRR ഒക്കെ വരുന്ന സമയത്ത് ആ പാമ്പൻ പാലത്തിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെർട്ടിക്കൽ ലിഫ്റ്റിൽ ചെയ്തിരിക്കുന്ന പുതിയ പാമ്പൻ പാലമാണ് തുറന്നു കൊടുത്തിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നു. എന്തായാലും എഞ്ചിനീയറിംഗ് വിസ്മയമാണ് എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റും ഹിന്ദു പത്രത്തിൽ ആദ്യ പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഐ ആം നോട്ട് അഗെയിൻസ്റ്റ് മുസ്ലിം സീസ് വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളി മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ അത്യന്തം ഖേദകരമായ, വിമർശനാത്മകമായ, അപലപനീയമായ ചില സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ കേട്ടതാണ്. മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അവിടെ ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സംസ്ഥാനമാണ് എന്ന വളരെ വർഗീയ ചുവയുള്ള സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റിന് പിന്നീട് അദ്ദേഹം ഇന്നലെ വിശദീകരണം നൽകുന്നു. A day after stirring up controversy by describing Malappuram district as a state of one particular community where even fresh breath is had to find for the backward Irava community, Srinarayana Dharma Paripalana Yogam General Secretary Vellappally Nadeshan has said that he is not against Muslims. ഞാൻ മുസ്ലിംസിനെ കുറിച്ചല്ല പറഞ്ഞത്, മുസ്ലിം ലീഗിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് ഇന്നലെ നൽകിയ വിശദീകരണം. പക്ഷെ അപ്പോൾ പറയുന്നുണ്ട് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് ശരിയല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പാലാ ബിഷപ്പ് ക്രിട്ടിസൈസസ് കേരള MPs ഫോർ വോട്ടിംഗ് അഗെയിൻസ്റ്റ് വഖഫ് ബിൽ. കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു പുതിയ രാഷ്ട്രീയം വളരെ രസകരമായ ഒരു രാഷ്ട്രീയമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഈഴവ കമ്മ്യൂണിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയമല്ല, കുറെ കാലമായിട്ട് തുടങ്ങിയതാണ്. യെസ്, ആ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും അക്കാര്യത്തിൽ കേരളത്തിലെ 18 UDF MPമാർക്കും വലിയ വിമർശനമാണ് ക്രിസ്ത്യൻ സഭകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത്. ഇനി നമുക്ക് എഡിറ്റോറിയൽ കൂടി വളരെ വേഗം ഒന്ന് പരിശോധിക്കാം. മനോരമയുടെ ഉൾപേജിലെ എഡിറ്റോറിയൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഉൾപേജിലേക്ക് എത്തിയാൽ ഇന്ന് തിങ്കളാഴ്ചയാണ്, എഡിറ്റോറിയൽ ഉണ്ടല്ലോ. ഉൾപേജിലേക്ക് എത്തിയാൽ കണ്ടെത്തലുകളുടെ CPM കോൺഗ്രസ് എന്ന തലക്കെട്ടിലാണ് മലയാള മനോരമ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. MABBയ്ക്ക് മുന്നിലുള്ളത് പാർട്ടിയെ കാലോചിതമാക്കേണ്ട ഉത്തരവാദിത്തം എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. എഡിറ്റോറിയൽ എഴുതുന്നത് സംഘടനയിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളും അവയ്ക്കുള്ള പരിഹാരക്കുറിപ്പടിയും വീണ്ടും സ്വയം ഓർമ്മിപ്പിച്ചും ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് വീണ്ടും പ്രതിജ്ഞ ചെയ്യുവാണ് CPMന്റെ 24ാം കോൺഗ്രസ് മധുരയിൽ സമാപിച്ചത്. പുതിയ ജനറൽ സെക്രട്ടറിയായി MABB തെരഞ്ഞെടുക്കപ്പെട്ടതിൽ കേരള ഘടകത്തിന് അഭിമാനിക്കാം. EMS നമ്പൂതിരിപ്പാടിനും പ്രകാശ് കാരാട്ടിനും ശേഷം പാർട്ടിയുടെ അമരത്തേക്ക് കേരളത്തിൽ നിന്നൊരാൾ എത്തുന്നു. കൂടുതൽ പ്രതിസന്ധിയിലേക്ക് താഴാതെ പാർട്ടിയെ പിടിച്ചു നിർത്തുക എന്നതാണ് ബേബിക്ക് മുന്നിലുള്ള വെല്ലുവിളി എന്നാണ് ചന്ദ്രിക പത്രത്തിന്റെ എഡിറ്റോറിയൽ നോക്കാം. ഒന്നേ ചന്ദ്രിക പത്രത്തിന്റെ ആദ്യ പേജിൽ CPM പാർട്ടി കോൺഗ്രസിൽ മത്സരം, അസാധാരണ പോർമുഖം എന്നുള്ളതാണ് പ്രധാന വാർത്ത. CPMന്റെ പാർട്ടി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റി പാനലിനെ എതിർക്കുന്നത്. അതായത് പാർട്ടി ഒരു കേന്ദ്ര കമ്മിറ്റി പാനൽ വയ്ക്കുമല്ലോ സാധാരണ, പക്ഷെ ആ പാനലിനെതിരെ മത്സരിച്ച് ഡീൽ കാരാട് 31 വോട്ടാണ് നേടിയത്. പക്ഷേ വോട്ടെണ്ണുന്നതിന് മുൻപ് വേദി വിട്ടു എന്നാണ് അറിയുന്നത്. മഹാരാഷ്ട്ര ഘടകത്തിന് എതിർപ്പുണ്ടായിരുന്നു, പോയത്. പക്ഷെ വളരെ സൗമ്യമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചു പോയത്. അങ്ങനെ ഉണ്ടാവും, അത് പാർട്ടിയുടെ ഭരണഘടനയിൽ തന്നെ ഉള്ളതാണ്, ജനാധിപത്യം എന്നാണ് ആ പാർട്ടി വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഉൾപേജിലേക്ക് എത്തിയാൽ ബേബി വലുതാകുമ്പോൾ ചെറുതാകുന്ന പാർട്ടി എന്ന തലക്കെട്ടാണ് ചന്ദ്രിക പത്രം നൽകിയിരിക്കുന്നത്.
പറയുന്നത്. വേറൊരു ആംഗിളിലേക്ക് എടുത്തു. അതെ, വേറൊരു ആംഗിളിൽ എടുത്തു. കാര്യം ഇതൊരു കേരള ഘടകം CPM ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും എഴുതുന്നത്. കേരളത്തിൽ ചുരുങ്ങിപ്പോയൊരു പാർട്ടിക്ക് ദേശീയ സെക്രട്ടറിയെ കണ്ടെത്താൻ സംസ്ഥാനം കടന്ന് എവിടെയും പോകേണ്ടതില്ല എന്നാണ് പത്രം പറയുന്നത്. മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്താണ്? മാതൃഭൂമി അതെ, MA ബേബി വിജയിക്കട്ടെ, എല്ലാം ഇന്നലത്തെ CPM പാർട്ടി എല്ലാം MA ബേബിയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ അല്ലേ വീണ? അതെ അതെ. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മറ്റു ചില വാർത്തകൾ തത്സമയമുണ്ട്. ഒരാനയാണോ ആനയുടെ കൂട്ടമാണോ? ആനയാണ്. പാലക്കാട് നിൽക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരുമ്പോ അറിയാം, മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും. അതെ, അപ്പോൾ ഒരാനയ്ക്ക് പിന്നാലെ ഒരുപാട് ആനകൾ പിറകെ വരുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് പാലക്കാട് അന്വേഷിക്കേണ്ടത്. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇന്നലെ പാലക്കാട് നിന്ന് വന്നത്. മുണ്ടൂരിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത ഇന്ന് മാതൃഭൂമിയുടെ ആദ്യ പേജിൽ ഉണ്ടെന്ന് തോന്നുന്നു. പാലക്കാട് കാട്ടാനയുടെ ചവിട്ടേറ്റ് യുവാവ് മരിച്ചു എന്നുള്ളതാണ്. അലൻ എന്ന് പറയുന്ന ആളാണ്. അലന്റെ അമ്മയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. വലിയ പ്രതിഷേധം ഇന്ന് അവിടെ ഉണ്ട് എന്നാണ് അറിയുന്നത്. അല്പസമയം മുമ്പ് BJPയുടെ അവിടുത്തെ C കൃഷ്ണകുമാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇന്ന് DFO ഓഫീസിലേക്ക് മാർച്ചൊക്കെ ഉണ്ട് എന്ന് റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒക്കെയാണ് നടക്കുന്നത് സാർ. ഈ ചാലക്കുടി ടൗണിൽ വരെ പുലി ഇറങ്ങി. അപ്പം വീണയുടെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട്? പുലിയും കടുവയൊക്കെ ഇറങ്ങാറുണ്ടോ? ഇതുവരെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. വീണയുടെ സ്വന്തം സ്വദേശം എവിടെയാ? ചോറ്റാനിക്കരം. അപ്പൊ ഇതുവരെ പുലി ഇറങ്ങാതെ സ്വസ്ഥമാണ്. പുലി ഇറങ്ങാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,